അമ്മ നോക്കട്ടെ. അയ്യോ 21 റംസോ ആണോ ഉണ്ടോ? ഹായ്, എന്താ ഇത്? മുല്ലപ്പൂ. അതവിടെ കുറേ ഉണ്ട് കവറിൽ. ചെറുപ്പം തൊട്ടേ ഓണത്തിനും വിഷുവിനൊക്കെ സദ്യ കിട്ടുക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ UAE വന്നിട്ടും പറ്റുമ്പോഴൊക്കെ ഞാൻ സദ്യ ഉണ്ടാക്കാറുണ്ട്. ജോലി തിരക്കൊക്കെ ഉണ്ടെങ്കിലും അത് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം രാത്രി ഞാൻ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചു, പുളിയിഞ്ചി ഉണ്ടാക്കി വെച്ചു. ബാക്കിയൊക്കെ രാവിലെ ജോലി കഴിഞ്ഞ് വന്നിട്ട് ചെയ്യാമെന്ന് കരുതി. എനിക്കൊരു 10 മാസം പ്രായമുള്ള സമയമാണ് ഇത്രേ ഞങ്ങൾ കുമരനെല്ലൂർക്ക് വീട് മാറിയത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ അയൽവാസികളായിട്ടുള്ള അച്ഛൻ്റെയും അമ്മയുടെയും വീടുണ്ട്. ഞാൻ അച്ഛനമ്മ എന്നാണ് വിളിക്കുക. ഓണത്തിനും വിഷുവിനൊക്കെ അവിടെ പോയി സദ്യ കഴിക്കുക, പെരുന്നാളിന് അവരെല്ലാവരും കൂടെ ഇവിടെ വന്ന് ബിരിയാണി കഴിക്കുക, ഇതൊക്കെ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്ക് പറ്റുമ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാനും മറിയും കുറച്ച് നേരത്തെ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തി. ബോസ് പറഞ്ഞു വിഷുവൊക്കെ അല്ലേ, പണിയൊക്കെ കഴിഞ്ഞാൽ പൊക്കോളൂ എന്ന് പറഞ്ഞ് സന്തോഷത്തിൽ ഞങ്ങൾ തിരിച്ചു വരികയാണ്. നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് വിഷുവിന് കൈനീട്ടം കിട്ടാനൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ആരുടെ അടുത്തും കൈനീട്ടമൊന്നും കിട്ടാനില്ലെങ്കിലും മുമ്പ് കൈനീട്ടം കിട്ടിയിരുന്നതും സദ്യ കഴിക്കുന്നതും ഉച്ചയ്ക്ക് ശേഷം പുതിയ റിലീസ് സിനിമകൾ കാണാൻ കാത്തിരുന്നതും വൈകുന്നേരം എല്ലാവരും കൂടെ ഊഞ്ഞാലാടാൻ പോയിരുന്നതൊക്കെ ഇന്നും മധുരമുള്ള ഓർമ്മകൾ തന്നെയാണ്. മറിയം എവിടെ കുഞ്ഞെ വിളമ്പ? തുറന്നിട്ട് ഉള്ളിലല്ലേ? മറിയ അതിവിദഗ്ധമായി വിളമ്പ് തുടങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? സൂപ്പറാ. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. എങ്ങനെയുണ്ട് ചേട്ടാ? ഇതൊക്കെ എന്തോ മിസ്സിംഗ് ഉണ്ടല്ലോ. പപ്പടം എല്ലാം കിട്ടിയോ? രസമുണ്ട്. രസമുണ്ട് എന്നാണോ? മറിയ പപ്പടം കൊടുക്കൂ. പപ്പടം ഇവിടെ ചോറ് വേണ്ടല്ലോ, ഇവിടെ വേണ്ടല്ലോ. ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ ഐറ്റംസ്. ഉള്ളത് കൊണ്ട് വിഷു പോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുണ്ടാക്കിയ ഫുഡ് ഐറ്റംസ് ആണ്. അപ്പം എങ്ങനെ കഴിക്കട്ടെ കേട്ടോ. പപ്പടണ്ട് മൂപ്പര് ഡ്രസ്സിന്റെ ഡ്രസ്സിൽ നോക്കി എന്തൊരു മാച്ചാണ്. നിങ്ങളല്ലല്ലോ അങ്ങനെ നൊസ്റ്റാൾജിയൊക്കെ ഒരു പടമൊക്കെ കണ്ട് ഞങ്ങളുടെ വിഷു അങ്ങനെ കഴിഞ്ഞു പോയി.